നമസ്കാരം. ഇന്നും ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റായിയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോഴത്തെ അഭിഷേക് ബച്ചൻ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. താനും ഭാര്യ ഐശ്വര്യ റായിയും മകളെ എങ്ങനെ വളർത്തുന്നുവെന്നതിനെക്കുറിച്ചാണ് അഭിഷേക് മനസ്സ് തുറന്നത്. ആരാധ്യ വളരുന്നത് ഒരു താരപുത്രിയായിട്ടല്ല, മറിച്ച് കുട്ടിക്കാലത്തിന്റെ എല്ലാ നിഷ്കളങ്കതയുമുള്ള സാധാരണ പെൺകുട്ടിയാണെന്നാണ് നടൻ പറയുന്നത്. അമ്മ എന്ന നിലയിൽ വളരെ സ്നേഹവതിയാണെങ്കിലും ഐശ്വര്യ അത്രയും തന്നെ കർക്കശക്കാരിയുമാണെന്നാണ് അഭിഷേക് പറയുന്നത്. മറ്റു കുട്ടികളെ പോലെ ആരാധ്യയ്ക്ക് മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഇല്ലെന്നാണ് അഭിഷേക് പറയുന്നത്. മകളുടെ കാര്യത്തിൽ എല്ലാ ക്രെഡിറ്റും അവരുടെ അമ്മയ്ക്കാണ് ഞാൻ നൽകേണ്ടത്. എനിക്ക് പുറത്തുപോയി എൻ്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആരാധ്യയുടെ കാര്യത്തിൽ ഐശ്വര്യ ആ ഭാരിച്ച ജോലികൾ സ്വയം കൈകാര്യം ചെയ്യുന്നു. പലപ്പോഴും അവൾ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. എല്ലാ അർത്ഥത്തിലും ഐശ്വര്യ ഒരു നിസ്വാർത്ഥയാണ്. അമ്മമാർ ഇപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. അച്ഛന്മാർ സാധാരണയായി കൂടുതൽ ലക്ഷ്യബോധമുള്ളവരാണ്. പക്ഷേ അമ്മമാർ എന്നും അവരുടെ കുട്ടിക്ക് മുൻഗണന നൽകുന്നു. അതുകൊണ്ടാണ് അമ്മമാർ നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടവരായി തീരുന്നത്. ആരാധ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഐശ്വര്യയുടെ മാത്രം എടുക്കുകൊണ്ട് സംഭവിച്ചതാണ്. ആരാധ്യ സോഷ്യൽ മീഡിയയിലില്ല, ഫോണുമില്ല. അവൾക്ക് സ്വന്തമായ ഒരു ഫോൺ ഇതുവരെ വാങ്ങി നൽകിയിട്ടില്ല. എല്ലാ നിഷ്കളങ്കതയുമുള്ള സാധാരണ പെൺകുട്ടിയായാണ് അവൾ വളരുന്നത്. അത് അവൾക്കും ഒരു അംഗീകാരം തന്നെയാണ്. അവൾ ഒരു മിടുക്കിയായ പെൺകുട്ടിയായി വളരുകയാണ്. അവൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും സന്തോഷവുമാണ്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ ആരോഗ്യകരവും സന്തുഷ്ടവുമായ ഒരു കുടുംബത്തിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതാണ് എല്ലാം എന്നും അഭിഷേക് പറയുന്നു. പുറത്തു നടക്കുന്ന ഗോസിപ്പുകളും ബഹളങ്ങളും ഒന്നും തന്നെ കുടുംബജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കാറില്ല. ആദ്യം എൻ്റെ അമ്മ ആയാലും ഇപ്പോൾ എൻ്റെ ഭാര്യ ആയാലും അവൾ പുറം ലോകത്തെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാറില്ല. ഞാൻ ഈ സിനിമ മേഖലയിലാണ് വളർന്നത്. അതുകൊണ്ട് എന്ത് ഗൗരവമായി എടുക്കണമെന്നും എന്ത് ഗൗരവമായി എടുക്കരുതെന്നും എനിക്കറിയാം. സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നതൊന്നും എന്നെ ബാധിക്കാറില്ലെന്നുമാണ് അഭിഷേക് ബച്ചൻ തുറന്നു പറഞ്ഞത്. അതേസമയം തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു. ഇടയ്ക്ക് ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഭർത്തൃമാതാവ് ജയ ബച്ചനും ഭർത്താവിൻ്റെ സഹോദരി ശ്വേതാ ബച്ചനുമാണ് ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങളെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഫിലിം മേക്കറും നടനുമായ അശുതോഷ് ഗൗരിക്കറിന്റെ മകന്റെ വിവാഹത്തിന് ബച്ചൻ കുടുംബം എത്തിയിരുന്നു. ജയ ബച്ചൻ, ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ എന്നിവരാണ് വിവാഹത്തിനെത്തിയത്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വധുവിനും വരനുമൊപ്പം ജയ ബച്ചനും അഭിഷേകും നിന്നു. എന്നാൽ ഐശ്വര്യ റായിയെ ഇവർക്കൊപ്പം കാണുന്നില്ലായിരുന്നു. ജയ ബച്ചനൊപ്പം നിൽക്കാൻ ഐശ്വര്യ തയ്യാറാകാത്തതാണെന്നാണ് വാദം. നേരത്തെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയപ്പോഴും ഐശ്വര്യ ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്നിരുന്നില്ല. പ്രചരിക്കുന്ന ഗോസിപ്പുകൾ സത്യമായിരിക്കാമെന്നും എന്ത് പ്രശ്നമുണ്ടെന്നും ആരാധകർ വാദിക്കുന്നുണ്ട്. ഐശ്വര്യ അഭിഷേകിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വളരെ നല്ലവളായിട്ടും ദയുള്ളവളുമായാണ് പെരുമാറിയത്. പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ കരിയർ നശിപ്പിച്ചു എന്നാണ് അഭിഷേകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലർ പറഞ്ഞത്. എന്നാൽ അഭിഷേക് ഐശ്വര്യയുടെ ജീവിതം നശിപ്പിച്ചിട്ടില്ലെന്നാണ് മറ്റു ചില ആരാധകരുടെ വാദം. ആദ്യം അമ്മയാകാൻ തീരുമാനിച്ചത് ഐശ്വര്യയാണ്. മകളെ സ്വയം വളർത്താൻ തീരുമാനിച്ചതും കുടുംബിനിയായിരിക്കാൻ തീരുമാനിച്ചതുമൊക്കെ ഐശ്വര്യയാണ്. അവിടെ അഭിഷേകിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത്. അതേസമയം ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും ചർച്ചയായിരുന്നു. സ്വന്തം മകളായാണ് ഐശ്വര്യ കാണുന്നതെന്നാണ് ജയ ബച്ചൻ പറഞ്ഞത്. തങ്ങളുടെ മകൾ ശ്വേത വീട്ടിലില്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയ ബച്ചൻ പറയുന്നു. മകൾ ശ്വേത ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നുവെന്നും ഐശ്വര്യ റായ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതാക്കിയെന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയ ബച്ചൻ പറഞ്ഞിരുന്നു. തങ്ങൾ ഐശ്വര്യയെ മരുമകളായി കണ്ടിട്ടില്ലെന്നും എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നതെന്നും ജയ ബച്ചൻ പറഞ്ഞു. ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് ബച്ചനെക്കുറിച്ചും ജയ സംസാരിച്ചു. തന്റെ മരുമകൾ ഐശ്വര്യ വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു. വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കുന്ന പോലെയാണ് ഐശ്വര്യയും അതേ സ്നേഹത്തോടെ നോക്കിയിരുന്നത്. ശ്വേത പോയപ്പോൾ ഉണ്ടായ ശൂന്യത ഐശ്വര്യ വന്നപ്പോൾ പൂർണ്ണമായി. ശ്വേത കുടുംബത്തിലില്ല, മറ്റൊരു കുടുംബത്തിലേക്ക് പോയെന്നും ഇനി അവൾ ബച്ചൻ ഫാമിലി അല്ലെന്നത് ഉൾക്കൊള്ളാൻ വരെ പ്രയാസം നേരിട്ടു. അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാർഡസ്റ്റ് മാസികയുമായി സംസാരിക്കവേ ജയ ഐശ്വര്യയിലെ അമ്മയെയും പ്രശംസിച്ചിരുന്നു. അന്ന് ഐശ്വര്യയെ വണ്ടർഫുൾ മദർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഐശ്വര്യ ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ്. എന്നിട്ടും എൻ്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അവൾ ഒരു ശക്തിയായ സ്ത്രീയാണ്, ഒരു മനോഹരമായ അമ്മയാണ്. മകളെ അവൾ സ്വയം പരിചരിക്കും, എല്ലാ ജോലികളും സ്വയം ചെയ്യും എന്നുമാണ് മരുമകളെക്കുറിച്ച് ജയ പറഞ്ഞത്. ആരാധ്യ ജനിച്ച ശേഷം വിരലിലെണ്ണാവുന്ന സിനിമകളിൽ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായ കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല. പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. നന്നായി വണ്ണം വെച്ചെത്തിയ നടിയെ കണ്ട് ഐശ്വര്യ തന്നെയാണോ ഇതെന്നാണ് പലരും ചോദിച്ചത്. ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും രോഗമാണോ, അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ, എന്ത് സംഭവിച്ചു? സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട്. എന്നാൽ ഐശ്വര്യയ്ക്ക് അതിന് കഴിയുന്നില്ലല്ലോ. ഇതെന്താ രോഗമാണോ എന്നുള്ള തരത്തിലുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. പിന്നാലെ കടുത്ത ബോഡി ഷെയ്മിങ്ങും താരത്തിന് നേരിടേണ്ടതായി വന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യയെ ബാധിച്ചതേയില്ല. മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം. എന്നാൽ ഒരു അഭിമുഖത്തിൽ തനിക്ക് വണ്ണം കൂടിയതിനെക്കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ സംസാരിക്കുകയായിരുന്നു.
അത് സാധാരണയാണ്. എൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചത്. ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ്. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കുഞ്ഞിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. വണ്ണം കൂടിയതിൽ ഞാൻ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഒളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ. പക്ഷേ എൻ്റെ ചോയ്സ് അതായിരുന്നില്ല. എന്നെ അത് ബാധിച്ചില്ല. ആളുകൾ ആ ഡ്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലെ തിരക്കിലായിരുന്നെന്നും ഐശ്വര്യ റായ് പറഞ്ഞിരുന്നു. അതേസമയം തൻ്റെ ജീവിതത്തിൽ ശരിക്കും കരയേണ്ടി വന്നത് ഒരു തവണ മാത്രമാണെന്നാണ് ഐശ്വര്യ മുമ്പ് പറഞ്ഞിരുന്നത്. അത് പ്രൊഫഷണൽ മേഖലയിൽ തകർച്ച ഉണ്ടായപ്പോൾ അല്ലെന്നും നടി പറഞ്ഞിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ താൻ എപ്പോഴും മുന്നിലായിരുന്നുവെന്നും സ്കൂളിൽ എപ്പോഴും 1ാം റാങ്ക് നേടുന്നതിനെക്കുറിച്ചുമാണ് നടി സംസാരിച്ചത്. എന്നാൽ തനിക്ക് ജീവിതത്തിൽ കരയേണ്ടി വന്നത് പഠനത്തിൽ പിന്നോട്ട് പോയപ്പോഴാണെന്നാണ് നടി പറയുന്നത്. എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും എന്നെ ഒന്നിലേക്കും തള്ളിവിടാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ എപ്പോഴും 1ാം സ്ഥാനത്ത് തന്നെ എത്തിയിരുന്നതിനാൽ അവരും അത് നിസ്സാരമായി കണ്ടു. 1ാം റാങ്ക് വാങ്ങിക്കുന്നത് ഒരിക്കലും എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എൻ്റെ സീനിയർമാരും ജൂനിയർമാരും എല്ലാവരും കരുതിയത് ഞാനായിരിക്കും ഒന്നാമതെന്നാണ്. പക്ഷേ ICSE ബോർഡ് പരീക്ഷകളിൽ ഞാൻ 7ാം സ്ഥാനത്തെത്തി. അതുവരെ വലിയൊരു അഹങ്കാരമായിരുന്നു. അന്ന് എനിക്ക് ശരിക്കും വേദനിച്ചു. ഞാൻ കരയുകയും ചെയ്തു. കാരണം എൻ്റെ 1ാം റാങ്കിന് ഞാൻ വില കൽപ്പിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ 12ാം ക്ലാസ് റൂബ റെയിലിൽ പഠിച്ചു. എൻ്റെ ശതമാനം മോശമായിരുന്നില്ല. പക്ഷേ അത് ഒരു നിസ്സാര ഈഗോ കാര്യം മാത്രമായിരുന്നു. ഞാൻ 8ാം സ്ഥാനത്തെത്തിയെങ്കിലും 0.5% മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. ഇരുവരും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായത് മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാനാണെന്ന് ബോധ്യപ്പെട്ടു. അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരും എൻ്റെ കാഴ്ചപ്പാടിനൊപ്പമാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും ഐശ്വര്യ റായ് പറഞ്ഞിരുന്നു.